ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് കാലിഫോർണിയയിലെ ഏറ്റവും ഫേമസ് ആയ നാഷണൽ പാർക്ക് യോസെമിറ്റി നാഷണൽ പാർക്കിലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാലിഫോർണിയ പൊതുവെ ഡ്രൈ ആയ ഒരു സ്റ്റേറ്റ് ആണ്. അവിടെ സ്നോ ഒക്കെ വരൽ കുറവാണ്. പക്ഷേ ഇവിടെയാണ് നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് സ്നോ കാണാൻ പറ്റിയൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ അത് യോസെമിറ്റി നാഷണൽ പാർക്കാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഹൈക്ക് ചെയ്യാനോ എന്താ പറയുക ചുമ്മാ കറങ്ങി അടിക്കാനോ ഒന്നുമല്ല, നാഷണൽ പാർക്ക് കാണാനല്ല. നാഷണൽ പാർക്കിൻ്റെ വീഡിയോ പിന്നെ വരും. ഓക്കെ, സോ ഇപ്രാവശ്യം ഞങ്ങൾ വന്നിരിക്കുന്നത് എന്തിനാ വെച്ചാൽ നന്നായിട്ട് സ്നോ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്നോ സ്റ്റോമൊക്കെ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഓൾറെഡി കുറച്ചൊക്കെ സ്നോ വന്നിട്ടുണ്ട്, ലൈക്ക് ലാസ്റ്റ് വീക്കും ഈ വീക്കും ഒക്കെ ആയിട്ട് കുറച്ച് സ്നോ കവേർഡാണ്. സോ ഞങ്ങൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു ലോഡ്ജിൽ താമസിക്കാൻ പോവാണ്. ഈ ലോഡ്ജിൻ്റെ പേര് റഷ് ക്രീക്ക് ലോഡ്ജ് എന്നാണ്. ഇവിടെ വരുന്നവർക്കൊക്കെ നല്ല ഫേമസ് ആയ ലോഡ്ജാണത്. കാരണം ഇത് റോഡ് സൈഡിലാണ്, കാണാൻ തന്നെ നല്ല അടിപൊളിയാണ്. എസ്പെഷ്യലി സ്നോ ഒക്കെ ഉള്ള സമയത്ത് അത് ഫുള്ള് സ്നോ കവർ ചെയ്തിട്ടൊക്കെയാണ് ഈ ലോഡ്ജുള്ളത്. സോ ഞങ്ങൾക്ക് എപ്പോഴും ഇവിടെ ഒരു പ്രാവശ്യം ഇരിക്കണം എന്നുണ്ടായിരുന്നു. സോ അത് ഞങ്ങൾ ഇപ്പോഴാണ് ചെയ്യണത്. ഇപ്പോഴാണ് ഇവർക്ക് വേക്കൻസി ഉണ്ടായത്. ഇവിടെ എന്താ ഞങ്ങൾ ചെയ്യുന്നത്, ഹോട്ടൽസും ഉണ്ട്, അല്ലാതെ നമുക്ക് വില്ല പോലത്തെ സെറ്റപ്പ് ഉണ്ട്. ഞങ്ങൾ വില്ല പോലത്തെ ഒരു സെറ്റപ്പാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ഈ വില്ല ടൂറാണ്, ഹോം ടൂർ പോലെ വില്ല ടൂർ. ഓക്കെ, സോ ഇവിടെ 10A താഴെ ഉണ്ട്, സോറി 10A 10B താഴെ ഉണ്ട്, 10C ആൻഡ് 10D ഉണ്ട്. നമ്മൾ 10D ആണ്. ഓക്കെ, സോ ഇതാണ് എൻട്രൻസ്. കയറി വന്നോടുന്ന ഒരു ബെഞ്ച് ഉണ്ട്. അവിടെ ഞങ്ങളുടെ ലഗേജസും വെള്ളമൊക്കെ ആയിട്ട് സെറ്റപ്പ് ചെയ്തു ഓൾറെഡി. പിന്നെ ഇവിടെ ഒരു കോട്ട് ജാക്കറ്റ് ഹാങ്ങർ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ജാക്കറ്റൊക്കെ തൂക്കിയിടാം, സ്നോ ഒക്കെ അല്ലേ. ഇവിടെ ഒരു അടിപൊളി നമ്മൾ അങ്ങനെ എന്താ പറയുക, പ്ലീസ് ഡു നോട്ട് ഡിസ്റ്റർബ് എന്നൊക്കെ ഉള്ള ഒരു ഹാങ്ങർ ഉണ്ടാവില്ലേ, അത് ഇവര് മരം കൊണ്ടാണ് ചെയ്തിരുന്നത്. ഇവിടെ ആകുമ്പോൾ ഒരു മരത്തിന്റെ ഒരു ഫീലാണ് കേട്ടോ. അവരുടെ താഴെ സ്റ്റോറും പിന്നെ റെസ്റ്റോറൻറ്റ് ഒക്കെ ഒരു മരത്തിന്റെ സെറ്റപ്പാണ്, ഒരു ക്യാബിൻ സെറ്റപ്പാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നല്ല ആക്ച്വലി മോഡേൺ ആണ്. നമുക്ക് ഉള്ളിൽ പോകാം. ഇവിടെ ഒരു റൂം ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് ലോക്ക്ഡ്. ഐ തിങ്ക് അവരുടെ എന്തെങ്കിലും സ്റ്റോർ റൂം എന്തെങ്കിലും ആയിരിക്കും, നമുക്ക് ആക്സസ് ഇല്ല. സോ ഇനി അടുത്തത് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വലിയൊരു കബോർഡ് ഉണ്ട്. ആ കബോർഡിലെ മേലെ എക്സ്ട്രാ തലേണേഴ്സും ബ്ലാങ്കറ്റ്സും പിന്നെ തുണി ഹാങ് ചെയ്യാനുള്ളതും. പിന്നെ ഇവിടെ ഒരു ലോക്കർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. പിന്നെ ഇവിടെ കോഫി സ്റ്റേഷൻ, നല്ല അടിപൊളി കോഫി പോട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. കോഫി എന്താ പറയുക, കോഫി മെഷീൻ ഉണ്ട്, കപ്സ് ഉണ്ട്. ഇത് നോക്കിയേ, ടീസ് ഉണ്ട്. സോ ഇനി നമ്മൾ വരാൻ പോകുന്നത് ബാത്റൂം വെക്കണം. സോ ഇതാണ് നല്ല അടിപൊളി വലിയ മിറർ. ഇവിടെ ഉണ്ട് ഒരെണ്ണം, ഇപ്പുറത്തുണ്ട് ഒരെണ്ണം. അപ്പൊ ഒരുങ്ങാൻ ആവശ്യമായ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി എനിക്ക് പറയേണ്ട ഒരു കാര്യമാണ് ഇവരുടെ ഹാൻഡ് സോപ്പ്. ഇവരുടെ സ്റ്റോറിൽ ഞങ്ങൾ എപ്പോഴും വരാറുണ്ട് യോസെമിറ്റി വരുമ്പോൾ. അപ്പൊ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ഇവർ ഈ ഹാൻഡ് സോപ്പ് വെക്കാറുണ്ട്. അമേസിങ് മണാണ്, അമേസിങ്. ഞാൻ എന്തായാലും ഇതൊന്ന് കുറച്ച് എടുത്തിട്ട് പോവാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ലിവിംഗ് റൂം ആൻഡ് ബെഡ്റൂം ആണ്. സോ നമുക്ക് പോയി നോക്കാം. ഇതിന്റെ കളേഴ്സ് ഉണ്ടോ, എക്സ്ട്രാ ഓർഡിനറി കളേഴ്സ് ആണ്. ഓക്കെ, സോ ലിവിംഗ് റൂം ആൻഡ് ബെഡ്റൂം ഇസ് ടുഗെദർ. ഇവര് സെപ്പറേറ്റ് ഒന്നും ആക്കിയിട്ടില്ല. സോ ഇവിടെ ബെഡ്റൂം ആണ് ആൻഡ് ഇവിടെ ലിവിംഗ് ഏരിയ പോലെ. സോ ഇവിടെ കയറി വിടുന്ന ഒരു കബോർഡ് ഉണ്ട്. പ്ലസ് ഇവിടെ ഒരു ഫോൺ ഉണ്ട്. അവർക്ക് നമുക്ക് എന്താ പറയാ റെസ്റ്റോറൻറ്റിൽ ഓർഡർ ചെയ്യണമെങ്കിൽ ഇത് കാണിച്ചു കൊടുക്കും. അതവിടെ സ്കാൻ ദ QR കോഡ്സ് ബിലോ ടു ആക്സസ് അവർ മെനു. നമുക്ക് എന്ത് വേണമെങ്കിലും ഇത് സ്കാൻ ചെയ്ത സെറ്റാണ്. പിന്നെ ഇവിടെ അലക്സ ഉണ്ട്. ഓക്കെ, അലക്സ ഉണ്ട്, പക്ഷെ TV ഇല്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ദാറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ് അറ്റ് ഓൾ. സോ അലക്സ ഈസ് ഹിയർ. സോ നമുക്ക് വേണമെങ്കിൽ പാട്ട് വേണമെങ്കിൽ വെക്കാം. പിന്നെ ഇവിടെ ഒരു അടിപൊളി കൗച്ച് ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ കിടക്കാം. അവിടെ ഒരു മൂങ്ങയുടെ പിക്ചർ ഉണ്ട്. അതെന്തിനാ ഒരു ഐഡിയ ഇല്ല. രാത്രി കിടക്കുമ്പോൾ പേടിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. കമ്മിങ് ടു ബെഡ്റൂം, ഇവിടെ ഒരു നൈസ് ബെഡ് ഉണ്ട്, 2 സ്റ്റാൻഡ് ഉണ്ട്, അത്യാവശ്യം വീതിയുള്ള നല്ല സ്പേഷ്യസ് ആണ്. എല്ലാ ഫർണിച്ചേഴ്സും നല്ല വൈഡാണ്. ടേബിൾ ഉണ്ട് ഒരെണ്ണം. അതിന് താഴെ കുറെ ഗെയിംസ് ഉണ്ട്. അങ്ങനത്തെ കുറെ ഗെയിംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. സോ ജോൺ മിയറിന്റെ ഒക്കെ ബുക്ക് ഉണ്ട്. ഇത് ഞങ്ങൾ വാങ്ങി, ആക്ച്വലി ഇവിടെ തന്നെ വാങ്ങിയത് അല്ലേ. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. പിന്നെ ഒരു എന്താ പറയുക ഫയർ പ്ലേസ് ഉണ്ട്. ഇതാണ് നമുക്ക് ഇവിടെ ചൂട് കിട്ടാനുള്ള സംഭവം, മറ്റേ ഹീറ്റർ അല്ല.
ഇതിൽ ഇനി എപ്പോഴും നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള സംഭവം എന്താ ബാൽക്കണിയാണ്. അപ്പൊ ഇവിടുത്തെ ബാൽക്കണിയിൽ നിന്ന് കൂടെ നല്ല വ്യൂ ആണ്. നല്ല സ്നോ ഒക്കെ പെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അവിടെ ഇരുന്ന് കാണാൻ. സോ എന്തായാലും നമ്മള് പുറത്ത് പോയി ചെക്ക് ചെയ്യാം. ഓക്കെ, ഫുള്ള് സ്നോ കവേർഡാണ്. ആക്ച്വലി ഇപ്പം മരത്തു നിന്നുള്ള സ്നോ ഒക്കെ വീണു സണ്ണ് വന്നിട്ട്. നമ്മളിങ്ങനെ നേരെ പോയി യോസ്മിറ്റി എത്തും. നമ്മളിതുവരെ പാർക്കിലെത്തിയിട്ടില്ല. സോ ഇവിടെ എന്താ ഉള്ളത്, ഇവിടെ 2 ചെയർസ് വെച്ചിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ അപ്പുറത്തൊരു ടേബിളും. ഇവിടെ വേണമെങ്കിൽ ഇരുന്ന് ചായയൊക്കെ കുടിക്കാം, ഭക്ഷണമൊക്കെ കഴിക്കാം. ബട്ട് വി ഡോണ്ട് ഹാവ് കിച്ചൺ ഹിയർ അൺലെസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ടാഹോല് പോയ പോലെ ഇവിടെ കിച്ചൺ ഇല്ല. നീഡ് ടു ഗെറ്റ് ഫുഡ് ഫ്രം ഔട്ട്സൈഡ്. ഇവിടെ സ്പാ ഉണ്ട്. സ്പാല് ഇങ്ങനെ സോന, ഹോട്ട് ടബ് അങ്ങനെയൊക്കെ അതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ. ഇഫ് യു വാണ്ട് വി ക്യാൻ ഓൾസോ ടേക്ക് മസാജ് ട്രീറ്റ്മെന്റ്സ് ആസ് വെൽ. സോ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഒന്ന് നമ്മൾ ഈ ഏരിയ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അവിടെ ഒരുപാട് സംഭവങ്ങൾ ചെയ്യാനുണ്ട്. സ്പാ ഉണ്ട്, എന്താ പറയുക, പൂളുണ്ട്. ആ ഏരിയയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കാം. നല്ല തണുക്കുണ്ട് കേട്ടോ, കുറച്ച് ലൈറ്റൊക്കെ പോയപ്പോഴേക്കും. സോ ഇനി അവിടെ നിന്ന് കാണാം. സ്പാ ഉണ്ട്, പൂളുണ്ട്. ഹീറ്റഡ് സ്പാ ആൻഡ് പൂളാണ്. സോ ലെറ്റ്സ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. സ്നോ ഉണ്ടോ? വോ അല്ലേ, ലുക്ക് അറ്റ് ദാറ്റ്. സോ ഇത് കുറച്ച് ഹീറ്റഡ് പൂളാണ് കേട്ടോ. ഇത്ര സ്നോയിൽ എങ്ങനെ ആൾക്കാർ നീന്താന്ന് നോക്കണ്ട. ഇതാണ് ഞാൻ പറഞ്ഞ ലോഡ്ജ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെയും റൂം എടുക്കാം. ആക്ച്വലി ഇവിടെ റൂം എടുത്താൽ മതിയായിരുന്നു. നമുക്ക് ഓടി വന്നിട്ട് പുള്ളി ചാടാം. സോ ഇതൊരു വലിയ ലോഡ്ജ് കേട്ടോ. ഇതും അല്ലാതെ അവിടെ പ്ലേ ഏരിയ ഉണ്ട്. അവിടെ കണ്ടോ, കുട്ടികൾ കളിക്കണുണ്ടല്ലേ. അവിടെ പ്ലേ ഏരിയ ഉണ്ട്. ആൾക്കാർ സ്കീയിങ്ങിന് ഷൂ ഒക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. അടിപൊളി ആക്ച്വലി സ്ഥലം. നമ്മൾ ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടാണ്. വി ആർ ട്രൈങ് ടു ഹാവ് സംതിങ്. നല്ല തണുപ്പുണ്ട് ഇവിടെ. സോ ഹോട്ട് ഫുഡിന് ക്രേവ് ചെയ്യണമല്ലോ. ഹോപ്പ്ഫുള്ളി ഫുഡ് നന്നായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ആരും ഇതുവരെ വന്നിട്ടില്ല ഓർഡറൊക്കെ എടുക്കാൻ. ദാറ്റ് ഈസ് എ വെരി ബിഗ് റെഡ് ഫ്ലാഗ്, ബട്ട് ഫെയർ എനഫ്. സോ ഇത് ആക്ച്വലി റെസ്റ്റോറൻറ്റ് അല്ല കേട്ടോ. ഇവിടെ ഫൈൻ ഡൈനിങ് ആയിട്ട് വേറൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഞങ്ങൾ അതാണ് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇതൊരു ടാവേൺ ആണ്. ടാവേണിനും അതും വ്യത്യാസം എന്താ വെച്ചാൽ അവിടെ കുറച്ച് അങ്ങനെ ആംബിയൻസ് ഒക്കെ ഉണ്ടാവും. ഇവിടെ ഒരു ആംബിയൻസ് ഉണ്ട്. ഇങ്ങനെ ഈ സ്പോർട്സ് ബാറിലൊക്കെ വരില്ലേ, അതുപോലത്തെ ഒരു ആംബിയൻസ് ഉണ്ട്. അപ്പുറത്ത് TV ഉണ്ട്. അവിടെ സ്പോർട്സ് ചാനൽ വെച്ചിട്ടുണ്ട്. നമുക്ക് കുടിക്കാൻ വേണമെങ്കിൽ, ഞാൻ കുടിക്കുകയാണ് പക്ഷെ അത് കോക്കാണ് കേട്ടോ. എൻ്റെ കുടി എപ്പോഴും കോക്കാണ്. സോ നമുക്ക് ഡ്രിങ്ക്സ് വേണം തന്നു. നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഞാൻ ഒരു വലിയ ഫിഷാണ് ഓർഡർ ചെയ്തത്. സന്ദീപ്, വാട്ട് ഡിഡ് യു ഓർഡർ? തായ് കറി. wherever he goes he loves Thai food. So ഞങ്ങൾ ഇവിടുത്തെ സ്പെഷ്യൽ തായ് കറി ട്രൈ ചെയ്യാം. സോ അത് രണ്ടും ഇപ്പോൾ തൽക്കാലം ഓർഡർ ചെയ്തിട്ടുണ്ട്. അധികം വിശപ്പൊന്നും കേട്ടോ. സത്യം പറഞ്ഞാൽ മേലെ നീട്ടില്ല, വെറുതെ ഇരിക്കുക.